കോഴിക്കോട് തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായി. തിരുവമ്പാടി സ്വദേശി അജ്മൽ യൂസിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കമ്പ്യൂട്ടർ അടക്കം സാമഗ്രികൾ തകർത്ത അജ്മൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കയ്യേറ്റം ചെയ്തു. പരിക്കേറ്റ തിരുവമ്പാടി എ പ്രശാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യാതൊരു പ്രകോപനവും കൂടാതെ പുറത്തുനിന്ന് ഇയാൾ മുന്നേ കരുതി വെച്ചിരുന്ന ഈ അഴുക്ക് വേസ്റ്റ് വെള്ളത്തിൽ പച്ചക്കറികളും മറ്റു പഴകിയ കറികളും എല്ലാം കൂടെ കൊണ്ടുവന്ന് അസിസ്റ്റന്റായ എൻ്റെ തലയിൽ കുഴി ഒഴിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഓഫീസിലെ ജീവനക്കാരെ എല്ലാം ആക്രമിക്കുകയും ഓഫീസിലെ സകല ഫയലുകളും നശിപ്പിക്കുകയും ഓഫീസിൽ നിലവിൽ കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ മേശയുടെ മുകളിലത്തെ ചില്ല്, SS ഇരിക്കുന്ന സീനിയർ സൂപ്രണ്ട് ഇരിക്കുന്ന മേശയൊക്കെ മറന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ആകെ കുതിരയും മാറുകയും ഇതൊക്കെ വലിച്ച് ഇടലും അതൊക്കെയാണ് ചെയ്തത്. നമുക്കൊരു സർക്കാരിൻ്റെ തന്നെ ഒരു സ്ഥാപനമായ ഈ സ്ഥലത്ത് സർക്കാർ നിർദ്ദേശിക്കുന്ന ഫീസുകളാണ് നമ്മൾ ഡിസ്കണക്ഷനായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടയ്ക്കാണ്ട് വരുമ്പോൾ ചെയ്യുന്നത്. ഇത് പിരിച്ചെടുക്കാൻ സർക്കാർ നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളുടെ ജോലി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ മേലോട്ട് പറയാമായിരുന്നു. അതല്ലാതെ ഓഫീസിൽ വന്ന് ആക്രമണം ചെയ്യുന്നത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാവ് എന്തിനാണ് ഈ അക്രമം കാണിച്ചെന്ന് അറിയാനാകുന്നുണ്ടോ? അജ്മൽ ഈ രൂപത്തിൽ കമ്പ്യൂട്ടർ അടക്കമുള്ള സാമഗ്രികൾ തകർത്തിരിക്കുന്നു, എഞ്ചിനീയറെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സ്മൃതി, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അജ്മലും KSEBയും തമ്മിൽ തർക്കമുണ്ട്. അതിന് പ്രധാന കാരണം അജ്മൽ വൈദ്യുതി ബില്ലടയ്ക്കാൻ വൈകി, അതായത് കുടിശ്ശികയായി. അജ്മൽ തിരുവമ്പാടി യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവമ്പാടി മുൻ മണ്ഡലം പ്രസിഡന്റാണ്. മലയോരത്തെ സജീവ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ് അജ്മൽ. ഈ 2-ാം തീയതി KSEB ജീവനക്കാർ അജ്മലിൻ്റെ വീട്ടിലെത്തുകയും ഈ ബില്ല് അടച്ചിട്ടില്ല, അതുകൊണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ആ സമയത്ത് ഈ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ബില്ലടയ്ക്കാൻ അജ്മൽ തയ്യാറായില്ല. അങ്ങനെ 4-ാം തീയതി ഈ ബന്ധം വിച്ഛേദിക്കുകയാണ് ചെയ്തത്. 4-ാം തീയതി 6 മണിയോടുകൂടി ബില്ല് അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ 6 മണി ആയതുകൊണ്ട് തന്നെ നാളെ, അതായത് ഇന്നലെ 5-ാം തീയതി വൈദ്യുതി പുനഃസ്ഥാപിച്ച് കൊടുക്കാമെന്ന് KSEB അറിയിച്ചു. അങ്ങനെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി, അതായത് അജ്മലിൻ്റെ വീടുള്ളത് തിരുവമ്പാടി പോലീസ് സ്റ്റേഷന് സമീപത്താണ്. ഈ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള വൈദ്യുതി തൂണിൽ നിന്നാണ് അജ്മലിൻ്റെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ എടുത്തിരിക്കുന്നത്. ആ പോസ്റ്റിൽ കയറി വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അജ്മൽ ഇന്നലെ എത്തി 2 ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു, കഴുത്തിന് കുത്തിപ്പിടിച്ചതാണ് പരാതി. അങ്ങനെ പരാതി ഉയർന്ന സമയത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ തിരുവമ്പാടി പോലീസിൽ പരാതി നൽകുകയും ഇന്നലെ പോലീസ് അജ്മലിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കേസെടുത്തപ്പോൾ മുതൽ തന്നെ ഈ പരാതി പിൻവലിക്കണം, ആരാണ് പരാതി കൊടുത്തത്, ഈ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അജ്മൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ തിരുവമ്പാടിയിലെ KSEB ഓഫീസിലെത്തുകയും അജ്മൽ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് കറിയൊക്കെ തന്നെ ഒഴിക്കുകയും ഓഫീസിലുണ്ടായിരുന്ന മേശകൾ തകർക്കുകയും കസാരകൾ മറിച്ചിടുകയും കമ്പ്യൂട്ടറുകൾ നശിപ്പിക്കുകയും ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാക്രമത്തിന്റെ വാർത്തകളാണ് കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് നൽകിയത്.